മെസ്സിയേക്കാൾ വലിയ കളിക്കാരുള്ള നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ വഴിവിട്ട നടപടികളാണ് ഇവിടെ നടന്നത്? കരാർ എന്താണ്? എത്ര പണം മുടക്കി? എന്തെങ്കിലും തിരിച്ചു കിട്ടിയോ? ഇതിൻ്റെയെല്ലാം രേഖകൾ എവിടെ? കഴിഞ്ഞ ദിവസം കായിക സെക്രട്ടറി എൻ പ്രശാന്ത് നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തു വന്നിരുന്നു. അതിൽ പലതും പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കരാറിൻ്റെ രേഖയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്പോൺസറുമായി സർക്കാർ കരാറിലെത്തുന്നത്, സർക്കാർ സ്പോൺസറെ അവതരിപ്പിക്കുന്നത്, സ്പോൺസറായി ഇന്നയാളെ നിശ്ചയിച്ചു എന്ന് പറയുന്നത് അതിനു മുമ്പ് കരാർ ഒപ്പിട്ടു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. ഏതായാലും ഇക്കാര്യത്തിലുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ, ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. സ്പോൺസർ അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത് കായിക മന്ത്രി ജനീഷ് വളരെ കൃത്യമായി, ജനീഷ് കൃത്യമായി പറയുന്നുണ്ട്, ഇതിൽ ശക്തമായ അന്വേഷണം നടക്കും, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ളത്. നിഷാദ്, മെസ്സി കേരളത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്നതുല്യമായ നേട്ടമായി തന്നെയാണ് എല്ലാവരും അന്ന് കണ്ടത്. സർക്കാർ ആ രീതിയിൽ അതിനെ ജനങ്ങളുടെ മുന്നിൽ അങ്ങനെ അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും സർക്കാർ പറഞ്ഞൊരു കാര്യം, 5 പൈസ ഞങ്ങൾ ചിലവാക്കുന്നില്ല, എല്ലാം സ്പോൺസറാണ് ചിലവാക്കുന്നത് എന്ന്. പക്ഷേ പണം ചിലവാക്കുന്നില്ല എന്നതുകൊണ്ട് ഈ മെസ്സി വരാത്തതിൻ്റെ ഒരു ദോഷം അത് സർക്കാരിന് സംഭവിക്കുന്നില്ല എന്ന് തന്നെയാണോ? അല്ല, പണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പോലും ചിലവായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ സർക്കാരിനെ പഴി പറയാനേ പാടില്ല എന്നാണ് സർക്കാരിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ ഇപ്പോൾ രംഗത്തുള്ളത്. സ്പോൺസറുടെ കാര്യം രണ്ടാമത് പറയാം. ഒന്നാമത് സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് സർക്കാരിൻ്റെ കയ്യിൽ പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. ഒന്നാമത്തെ കാര്യം അങ്ങനെയല്ല. മന്ത്രി അടക്കമുള്ള ആളുകൾ സ്പെയിനിൽ പോയി അവിടെ പോയി പ്രത്യേകിച്ച് ആരെയും കാണാതെ തിരിച്ചു വന്നത് പൊതുഖജനാവിൽ നിന്ന് നഷ്ടപ്പെട്ട പൈസയാണ് എന്ന കാര്യം ആലോചിക്കണം. എന്ന് മാത്രമല്ല, ഇതിൻ്റെ കൂടിയാലോചനാ യോഗങ്ങൾക്കും മറ്റുമായിട്ടൊക്കെ ചേർന്ന അടക്കമുള്ള ചില്ലി പൈസ പോലും സർക്കാരിൻ്റെ സ്പെൻഡിങ് ആണ്. അത് ഗവൺമെൻറ്റിന് പൈസയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന വാദം ഒരു നിലയ്ക്കും ശരിയല്ലാത്ത ഒന്നാണ്. എന്നും മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഗവൺമെൻറ് പണം മുടക്കിയിട്ടില്ല എന്ന് പറയുമ്പോഴും സർക്കാർ ടെൻഡർ ഒന്നും വിളിക്കാതെ ഒരു സ്പോൺസറെ തീരുമാനിക്കുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ട്. സർക്കാർ ടെൻഡർ കൊടുക്കുന്നു എന്ന് വെച്ചാൽ സർക്കാർ ഒരു സ്പോൺസറിന് ഈ പരിപാടി നടത്താനുള്ള അവകാശാധികാരങ്ങൾ എഴുതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സ്പോൺസർ അതുമായി ബന്ധപ്പെട്ട പരിപാടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ടെൻഡർ വിളിച്ചിട്ടില്ല എന്ന കുറ്റം ഒരു വശത്ത് നിൽക്കുന്നു. രണ്ടാമത്തേത്, സർക്കാർ കരാർ കൊടുക്കും മുൻപ് തന്നെ സർക്കാർ എനിക്ക് തന്നെ കരാർ നൽകുമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സ്പോൺസർ അതിൻ്റെ പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നു. അത് നമ്മൾ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞു വിശദമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച്. ഇതിലിപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, എന്തുകൊണ്ട് മെസ്സി വന്നില്ല? പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, മെസ്സി വരുന്നതിന് AFAക്ക് അവർ നിശ്ചയിച്ചിട്ടുള്ള ഏജൻസി വഴി കൃത്യമായി പണം അടച്ചു കഴിയുമ്പോൾ കരാർ ഓണാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മെസ്സിയും സംഘവും വരും, 2 മാച്ച് കളിക്കുമെന്നതായിരുന്നു ധാരണ. പക്ഷേ ഒരു ഘട്ടത്തിലും പറഞ്ഞ സമയത്ത് ഇവർ പണം അടച്ചിട്ടില്ല എന്നത് നമുക്ക് ഈ കരാർ വായിക്കുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. പണം കൃത്യസമയത്ത് അടയ്ക്കുക എന്ന് പറയുന്ന പരിപാടി നടന്നിട്ടില്ല. ഒന്നിലധികം തവണ ഈ കരാർ ക്യാൻസൽ ചെയ്യുകയും നിങ്ങൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നില്ല, ഞങ്ങൾ പിൻവാങ്ങുകയാണെന്ന് AFA അറിയിക്കുകയും ചെയ്തത് നമുക്കിതിൽ കാണാൻ പറ്റും. ഫൈനലി കുറച്ച് പൈസ അവർ തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മളിത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇതിലുള്ള ഒരു കാര്യം ചോദിച്ചാൽ, അതായത് ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് മെസ്സി വന്നില്ല എന്നൊരു പ്രശ്നമല്ല, അതിനപ്പുറത്തേക്ക് മെസ്സിയെ കൊണ്ടുവരാം എന്ന ഒരു ആശ മലയാളിക്ക് കൊടുത്ത് ഒരു വലിയ ഇവൻ്റ് അനൗൺസ് ചെയ്ത് അതിൻ്റെ മറവിൽ വലിയ തോതിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ പരിപാടി നടന്നിട്ടുണ്ടോ? ഒറ്റയടിക്ക് കോടാനുകോടി രൂപ AFAക്കും AFA പറഞ്ഞ ഏജൻസിക്കും കൊടുക്കാൻ കഴിയും വിധത്തിൽ ഈ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്ന സംഗതി എന്താണ്? അത് അന്വേഷിക്കണമെന്നാണ്. അത് അന്വേഷിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നതിൽ ഒരു കൗതുകമുണ്ട്. അത് നമുക്ക് ദയനീയതായാണ് അത് കാണുമ്പോൾ തോന്നുക. കാരണം രാജീവ് ചന്ദ്രശേഖർ വളരെ നേരത്തെ തന്നെ ഈ സ്പോൺസറുമായി ബന്ധപ്പെട്ട് വലിയ യുദ്ധം തുടങ്ങിയിട്ടുള്ള ആളാണ്. ആരാ അന്വേഷിക്കേണ്ടത്? ഇത് ഫെമ നിയമം, ED അല്ലെങ്കിൽ PMLA എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് കേൾക്കുന്നത്. അതൊന്നും ഇവിടെ VD സതീശൻ അന്വേഷിക്കേണ്ട കേസല്ല. കോടിക്കണക്കിന് രൂപ എവിടെ നിന്ന് വരുന്നു, ആർക്ക് കൊടുക്കുന്നു, തിരിച്ചു കിട്ടാതായിട്ടും ആ പൈസയ്ക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലാതാവുന്നത് എങ്ങനെയാണ്? ആളുകളിൽ നിന്ന് സമാഹരിച്ച പണമാണോ? ഈ പണം ഏതെങ്കിലും തരത്തിലുള്ള വെളുപ്പിക്കലിന് വേണ്ടിയിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിരുന്നോ? മൊത്തം ഈ പരിപാടിക്ക് ചെലവാക്കുന്ന പൈസയും ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയും തമ്മിൽ ഏതാണ്ട് 100-120 കോടി രൂപയുടെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഇവരെങ്ങനെ മാനേജ് ചെയ്യാനായിരുന്നു ഉദ്ദേശം? ഒരു ബിസിനസ് എന്ന നിലയ്ക്ക് ഒറ്റ നോട്ടത്തിൽ ലാഭകരമല്ല എന്ന് എല്ലാ കണക്കുകളിലും കാണുന്ന ഒരു പരിപാടിക്ക് എന്തിനിവർ ഇറങ്ങി തിരിച്ചു? അപ്പോൾ ആ നഷ്ടക്കണക്കെടുത്ത് മുന്നിൽ വെച്ച് അതിലൊരു പൈസ വെളുപ്പിക്കൽ പരിപാടി ഉണ്ടായിരുന്നു. ഒരുപാട് ഗുരുതരമായ സംശയങ്ങൾ തുറന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അത് സർക്കാരുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആവുന്നു? ഒരു സ്പോൺസർ വരുന്നു, സ്പോൺസർ നഷ്ടമുള്ള ഒരു കളിക്ക് കോടികൾ ഇറക്കുന്നു. ആ കളിക്ക് സർക്കാർ ഒരു സർക്കാർ എന്ന് വെച്ചാൽ സർക്കാരുമായി ചേർന്ന് പോകുന്ന ഒരു പരിപാടി എങ്ങനെയാണ് നടത്തുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ്റിന് ഒരു പരിശോധനാ സംവിധാനം ഉണ്ടാവുമല്ലോ. ഇത് വൃത്തിക്കാണോ പോകുന്നത്?
പ്രോപ്പർ കോൺട്രാക്റ്റ് ഉണ്ടോ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, ഇതൊക്കെ സർക്കാർ പരിശോധിക്കുമല്ലോ. അതൊന്നും സർക്കാർ പരിശോധിക്കാതിരിക്കുകയും അപ്പുറത്തതായി ഇപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളടക്കം വിമർശനം ഉന്നയിക്കുന്നു. ഇത് വലിയ തോതിലുള്ള മണി ലോണ്ടറിംഗ് പരിപാടിയായിരുന്നു, കള്ളപ്പണം വെളുപ്പിക്കലായിരുന്നു, ഇതിന് സോഴ്സ് ഓഫ് ഇൻകം ഗുരുതരം ദുരൂഹമാണെന്നൊക്കെ പറയുന്നു. ആ ഏർപ്പാടിന് സർക്കാരിൻ്റെ സഹകരണമോ സംരക്ഷണമോ ഉണ്ടായിരുന്നു എന്നല്ലേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു. ആ സ്പോൺസർ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഡോക്യുമെൻറ്റുകളൊന്നും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നില്ല. അദ്ദേഹം ഇവരുമായി നടത്തിയിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള രേഖകൾ, കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒന്നും അവർ മുന്നിൽ വയ്ക്കുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്, അത് അദ്ദേഹം പണ്ട് മുതലേ വിശദീകരിക്കുന്നുണ്ട്. ബട്ട് ഇത് എന്തുകൊണ്ടാണ് ഈ ഡോക്യുമെൻ്റ് പരിശോധിക്കുമ്പോൾ കോൺട്രാക്റ്റിൽ പറയുന്ന ദിവസം പൈസ കൊടുക്കാതിരിക്കുന്നിട്ടുള്ള, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് വയലേഷൻ എന്ന് പറയുന്ന സംഗതി നടന്നിട്ടുണ്ട്, പൈസ കുറച്ച് കൊടുത്തിട്ടുണ്ട്, കുറേ അധികം പണം തിരികെയും കിട്ടിയിട്ടുണ്ട്. ആ പണം തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര തിരികെ കിട്ടി, ആ പണം സമാഹരിച്ചത് എങ്ങനെയാണ്, അതോ കയ്യിൽ നിന്നെടുത്ത് കൊടുക്കുകയായിരുന്നോ, പോലെയുള്ള കാര്യങ്ങൾ കൂടി വിശദീകരണം നൽകേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. അത് നൽകാത്തിടത്തോളം അത്രയും ഷേഡിയായി നിൽക്കുമ്പോഴും തൊട്ടുപോകരുതേ സ്പോൺസറെ, അദ്ദേഹം എല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു എന്നൊക്കെ DYFI സംസ്ഥാന സെക്രട്ടറിയൊക്കെ വന്ന് പറയുന്നത് ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വിശദീകരിക്കട്ടെ, അന്നത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. എന്തിനാണ് ഇപ്പോൾ ഇത്ര അഡ്വാൻസ് ഇതിനെ തടയാൻ ശ്രമിക്കുന്നത്? സോ ഇത് കേരളത്തിലൊരു വലിയ ഇവൻറ്റ് പ്രഖ്യാപിച്ച് നടത്തിയിട്ടുള്ള, ഇങ്ങനെ പല ഇവൻറ്റുകൾ പ്രഖ്യാപിക്കുക, പരിപാടികൾ പ്രഖ്യാപിക്കുക, അതിൻ്റെ മറവിൽ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുള്ള ഒരുപാട് സംഗതികൾ നമുക്കറിയാം, ഇപ്പോഴും നടന്നതറിയാം. സോ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുള്ള കാര്യമാണ്. ഇതിനകത്ത് ഒരു വെള്ളവും, ഒരു കലക്കവെള്ളവും തെളിഞ്ഞിട്ടില്ല, ഇപ്പോഴും കലങ്ങി തന്നെയാണ് കിടക്കുന്നത് ഞാൻ പറയാം. സാജു, ഇക്കാര്യത്തിൽ ഇപ്പം ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിച്ചു. പക്ഷേ പിണറായി വിജയനുള്ള പ്രിവിലേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി, വ്യക്തത വരുത്തണമെന്നും നിർബന്ധമൊന്നുമില്ല. ഒരുപാട് ചോദ്യങ്ങളൊന്നും വരുന്നില്ല. അദ്ദേഹം വളരെ വേഗമായി പറഞ്ഞു, ഈ ബാക്കി ബന്ധപ്പെട്ട മുൻ മന്ത്രി വിശദീകരിക്കുമെന്ന് പറഞ്ഞു പോവുകയാണെന്ന്. അതോടൊപ്പം തന്നെ അദ്ദേഹം റിപ്പോർട്ടർ TVയുടെ ഒരു വാദത്തെ തള്ളുന്നുണ്ട്. ആ കത്തിൻ്റെ കാര്യത്തിൽ കത്ത് അദ്ദേഹത്തിന് കിട്ടിയതായി ഓർമ്മയില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് ഇത്രയും കോടികളുടെ ഒരു പരിപാടി, ഇത്രയും ജനങ്ങൾ വളരെയധികം ആകാംക്ഷയോടുകൂടി കണ്ട ഒരു പരിപാടി, വലിയൊരു ഇവൻറ്റ്, അതിനെ ഇത്ര ലാഘവത്തോടു കൂടിയാണോ അന്നത്തെ സർക്കാർ കണ്ടത്? ഇത് പിന്നീട് ഇത് മെസ്സി വന്നാലും വന്നില്ലെങ്കിലും ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി സർക്കാരിന് തോന്നിയതേയില്ലേ? അതിനകത്തൊരു ഇപ്പം ഇന്ന് പിണറായി വിജയൻ പറഞ്ഞ ഒരു വാദം എന്ന് പറഞ്ഞാൽ, സ്പോൺസർ പറഞ്ഞത് AFA കത്തയച്ചിട്ടുള്ളത് അന്നത്തെ മുഖ്യമന്ത്രിക്കാണ് എന്നുള്ളതാണ്. അതിനെ അദ്ദേഹം അങ്ങ് നിരാകരിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഇല്ല എന്ന തരത്തിൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാകുക? നമുക്കെല്ലാവർക്കും അറിയാം അർജൻറ്റീനയുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റും. അവരെങ്ങനെയാണ് അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പണം സമാഹരിക്കുന്നത് എന്ന് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള ഇത്തരം ഇവൻറ്റുകളിലൂടെയാണ്. അതിൽ പൈസ ആര് കൊടുക്കുന്നോ അവർക്ക് വേണ്ടി പോയി കളിക്കും. പക്ഷേ അതിന് ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അത് മീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആദ്യത്തെ ചോദ്യം, ഇതൊക്കെ ഫിഫ അറിഞ്ഞിട്ട് തന്നെ നടന്ന ഏർപ്പാടുകളായിരുന്നോ എന്ന് അന്നത്തെ സർക്കാരും ഈ സ്പോൺസറും വളരെ വ്യക്തമായി വിശദീകരിക്കണം. അങ്ങനെ നടന്ന ഫിഫയുടെ അനുമതി, കാരണം ഇതൊരു ഇന്റർനാഷണൽ മാച്ചാണ്. അതിന്റെ കൂടെ ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ അറിഞ്ഞിട്ടുണ്ടോ? അതും കൂടെ പറയണം. കേരള ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യൻ ഇതൊക്കെ അറിയണ്ടേ? അറിയണം. ഇത്തരം തവിട് കൊടുത്ത്, നേരത്തെ അജിംസ് പറഞ്ഞ വാചകം തന്നെ ഞാൻ എടുക്കണം, ഇവരൊക്കെ തവിട് കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല. അതുകൊണ്ട് ഇവരൊക്കെ അറിഞ്ഞിട്ടുള്ള ഏർപ്പാടാണോ? അങ്ങനെ അറിഞ്ഞിട്ടുള്ള ഏർപ്പാടാണെങ്കിൽ ഈ സ്പോൺസറും അന്നത്തെ കായിക മന്ത്രിയും എന്ത് ചെയ്യണം? ആ രേഖകൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരട്ടെ. അല്ല, ഈ സ്പോൺസർ ഒരിക്കൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ, ഏറ്റവും അവസാനം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ശരിയായ റൂട്ടുണ്ട്. ഈ പിന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ, ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ, അത് കഴിഞ്ഞ് ഫിഫ, അതിലേക്ക് കാര്യങ്ങൾ അങ്ങനെ പോകണം. ആ റൂട്ടിൽ ഞങ്ങൾ പോയില്ല, ഫിഫയെ സമീപിക്കാൻ വൈകി എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് പോകേണ്ട റൂട്ടിലല്ല പോയത്. അത് തന്നെയാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനെ സംബന്ധിച്ച് അവരുദ്ദേശിച്ച പൈസ കിട്ടിയാൽ, മറ്റ് മാനദണ്ഡങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വന്ന് കളിക്കും. നേരത്തെ നിഷാദ് സൂചിപ്പിച്ച് കരാറിൽ ചില ലംഘനങ്ങൾ ഉണ്ടായി, അതുകൊണ്ടാണ് അവർ വരാതിരുന്നത്. പരമമായ സത്യം അതാണ്. ഈ കരാറിൽ സമയത്ത് പൈസ കൊടുത്തിട്ടില്ല. അവിടെ തൊട്ട് തന്നെ ഇതെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇനി റിപ്പോർട്ടറും അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുള്ള ഇടപാട് മാത്രമാണ് ഇതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് കാര്യമില്ല. RBC, അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനോ അവരുടെ ഏജൻസിയോ ഒക്കെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ പണം പോയത് അവർക്കാണ്, അവർ തമ്മിൽ തീർത്തോളും. ഇതിനകത്ത് ഒറ്റ പ്രശ്നമുള്ളൂ, നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോഴത്തെ സ്പെഷ്യൽ കായിക സെക്രട്ടറി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് വായിച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങളെ അടിമുടി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് മുൻ മന്ത്രി അബ്ദുറഹ്മാൻ ഇന്നലെ നൽകിയ വിശദീകരണം അത്ര തൃപ്തികരമൊന്നുമല്ല.
അതിന് സംസ്ഥാനത്ത് നഷ്ടമില്ല എന്നു മാത്രം പറഞ്ഞു പോയാൽ പോരാ. അദ്ദേഹം പിന്നെ സ്പെയിനിൽ പോയത് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ടാണോ എന്നുകൂടി അബ്ദുറഹ്മാൻ പറയണം. ഞാൻ മനസ്സിലാക്കുന്ന അല്ല, 13.5 ലക്ഷം രൂപ ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് എടുത്തിട്ടാണ് സ്പെയിൻ യാത്ര ഈ കാര്യത്തിന് വേണ്ടി അബ്ദുറഹ്മാൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ മന്ത്രിക്ക് അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. പിന്നെ ഇന്ന് പുറത്തു വന്ന രേഖകൾ നോക്കൂ. മന്ത്രി അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ അയക്കുന്ന കത്തിൽ ഒരു കോളേജ് അധ്യാപികയ്ക്ക് കോപ്പി, അവിടുന്ന് തിരിച്ചു വരുന്ന കത്തിലും അതേ കോപ്പി. എന്താണ് ഈ കോളേജ് അധ്യാപിക ഏർപ്പാട്? കത്തെഴുതി കൊടുത്തതാണ് എന്നൊരു രീതിയിലുള്ള വിശദീകരണം പുറത്തേക്ക് വരുന്നുണ്ട് അനൗദ്യോഗികമായിട്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് കായിക മന്ത്രിക്ക് ഒരു ഓഫീസ് ഉണ്ടായിരുന്നത്? അതിന് സംസ്ഥാന ഖജനാവിൽ നിന്നും കഴിഞ്ഞ 5 വർഷം പണം മുടക്കിയിരുന്നത്. പുറത്ത് കൊട്ടേഷൻ കൊടുക്കൽ ഏർപ്പാടാണോ? ഇതിൻ്റെയൊക്കെ ഏർപ്പാട് എന്താണ് സർക്കാർ സംവിധാനത്തിൽ എന്നുകൂടി പറയണം. ഇനി ഒരു മെയിൽ അയക്കാൻ കൃത്യമായി ഏൽപ്പിക്കാൻ പറ്റാത്തവർ ആ മന്ത്രിയുടെ ഓഫീസിൽ ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം സമ്മതിക്കുന്നതെങ്കിൽ മറ്റൊന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെയും ആ സർക്കാരിൻ്റെയും ഭരണപരാജയം എന്ന് മാത്രം നമുക്ക് അവിടെ പറയാം. പിന്നെ സർക്കാർ സ്പോൺസറുമായി ഒരു കരാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് അങ്ങനെയാണ് സ്പോൺസർ തന്നെ ഇതിനകത്ത് മറ്റൊരു കരാർ AFAയുമായി ഉണ്ടാക്കി വെച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഇനി പണം കൈമാറിയതിൻ്റെ രേഖകൾ സർക്കാരിൻ്റെ കൈവശം ഇല്ല. അപ്പം പിന്നെ സർക്കാരിന് എന്താണ് റോൾ എന്ന് ചോദിക്കുന്നിടത്താണ് മന്ത്രി OJ ജനീഷിൻ്റെ മറുപടിയിൽ ഒരു പ്രസക്തമായ കാര്യമുണ്ട്. കായിക മന്ത്രിയായിരുന്ന V അബ്ദുറഹ്മാൻ പിന്നീട് ഇത് കാലങ്ങൾ കഴിഞ്ഞിട്ട് ഈ ഇമെയിൽ ഇടപാടുകൾ ഫയലിൻ്റെ ഭാഗമാക്കാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അതായത് അതുവരെയും സർക്കാർ സംവിധാനത്തിൽ പലതിനെയും ദുരൂഹമായി നിർത്തുകയോ മറച്ചു വെക്കുകയോ ചെയ്തു. ഇവിടെ അന്നത്തെ കായിക മന്ത്രിക്ക് ഉത്തരം പറയാതെ പോകാൻ പറ്റില്ല. അടിമുടി പ്രൊസീജിയർ ലാപ്സ് നടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല ഇതിൽ നിന്നത്. പക്ഷേ കഴിഞ്ഞ സർക്കാർ പിണറായി വിജയൻ ഇതിൽ നിന്ന് ഉദ്ദേശിച്ചത് എന്താണ് എന്ന ഒരു ചോദ്യമുണ്ട്. അത് വളരെ സിമ്പിളാണ്. പരിപാടി നടന്നെങ്കിൽ അതിനൊരു രാഷ്ട്രീയ നേട്ടമുണ്ട്. അതായത് മെസ്സി വരും കേട്ടോ, മെസ്സിയെ ഇങ്ങോട്ട് ഞങ്ങളുടെ സർക്കാർ എത്തിച്ചു, കായിക പ്രേമികൾക്കായി മെസ്സി ഇവിടെ ഇന്റർനാഷണൽ മത്സരം നടത്തിയിട്ട് പോയിരിക്കുന്നു, ഈ സർക്കാരിന്റെ ഭരണ നേട്ടമായി എണ്ണാമായിരുന്നു. അതിനുള്ള പൈസ എന്തായാലും സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. കാരണം ഇത് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉള്ള പരാജയം. അപ്പോഴാണ് ഒരു സ്പോൺസറെ ഫ്രീ ആയി കിട്ടുന്നു. ആ സ്പോൺസറുടെ ചെലവിൽ ഈ സ്പോൺസർക്ക് വേറൊരു ഗുണം കൂടിയുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ മൗത്ത് പീസായി പ്രവർത്തിച്ചിരുന്നതാണ് ഈ സ്പോൺസർ എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ലല്ലോ. പക്ഷേ സാജു, എനിക്ക് തോന്നുന്നത് അത് ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടെന്ന് തോന്നുന്നു. അതായത് സർക്കാരിന് മെസ്സിയെ കൊണ്ടുവരാൻ ആഗ്രഹം തോന്നുന്നു. ഒരു ദിവസം രാവിലെ നമ്മൾ എങ്ങനെ കൊണ്ടുവരും, ഖജനാവിൽ പൈസയൊന്നും ഇല്ലല്ലോ, എന്നാൽ ഒരു സ്പോൺസറെ കണ്ടെത്താം. ഇത് ആ പരിപാടി അല്ല കേട്ടോ. സ്പോൺസർ ഒരു പരിപാടി ഡിസൈൻ ചെയ്യുന്നു, മെസ്സിയെ കൊണ്ടുവരാം, കോടാനുകോടികളുടെ ഇടപാട്, അപ്പൊ അതിന് സർക്കാരിനെ വേണം. അതിനാണ് സർക്കാർ ഈ പ്രൊസീജിയർ ഇങ്ങനെ ചിന്തിക്കേണ്ടത്. നീ തിരിച്ചൊന്ന് ചിന്തിച്ച് FIC അതാ പരിപാടി. ഇത് മറ്റൊന്നും കൂടിയുണ്ട്. ഇനി നടക്കാതെ പോയപ്പോൾ ഇപ്പൊ ആ കുറ്റം ആരുടേതായി? സ്പോൺസറുടേത് മാത്രമായി. അപ്പോൾ അന്നത്തെ സർക്കാരിന് ഇതിൽ നിന്നൊക്കെ കൈ കഴുകി പോകാൻ പറ്റുമോ? സ്പോൺസർ എന്ന ഒരു കുറ്റമൊന്നും പറയുന്നില്ല. അവര് പറയില്ല കുറ്റപ്പെടുത്തരുതേ എന്നാണ്. കുറ്റപ്പെടുത്തരുതേ എന്ന് പറഞ്ഞ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് രംഗത്ത് വരണമെങ്കിൽ എന്തൊരു അവസ്ഥയാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്താണ് അന്വേഷണം വേണ്ട എന്ന നിലപാട് DYFIക്കുണ്ടോ, കഴിഞ്ഞ സർക്കാരിനുണ്ടോ? ഇവിടെ പണത്തിന്റെ കാര്യത്തിൽ ഒരന്വേഷണം വേണം എന്നാണ് ഈ റിപ്പോർട്ട്, സ്പെഷ്യൽ കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത്. അത് പ്രകാരം വിജിലൻസ് അന്വേഷണം അടക്കമുള്ളവ, ക്രൈംബ്രാഞ്ച് അന്വേഷണം അടക്കമുള്ളവ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ അത്തരം ഒരു അന്വേഷണത്തെ പിണറായി വിജയൻ തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന ക്രമക്കേട് എന്ന ആരോപണം നിലനിൽക്കുന്നു. അതിൻ്റെ ബ്ലാക്ക് മാർക്ക് എന്തായാലും അദ്ദേഹം നയിച്ച സർക്കാരിന് കൂടിയുള്ളതാണ്. അതിനെ സ്വാഗതം ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ട്? എന്തിനാണ് അന്വേഷണത്തെ എതിർത്തുകൊണ്ട് CPMന്റെ യുവജന സംഘടന തന്നെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുത്ത സഹായത്തിൻ്റെ പേരിലാണോ എന്നുകൂടി ഇവരൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. അജിംസ്, ഇതിലിപ്പം കരാർ സ്പോൺസറും AFAയും തമ്മിലാണ്. സർക്കാരിന് ഇതിലൊരു ബന്ധവുമില്ല. സർക്കാർ ഇതിനു വേണ്ടി ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ ആരും കുറ്റം പറയേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ സത്യത്തിൽ അതിനെ അംഗീകരിക്കാൻ പറ്റുമോ? അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് റിപ്പോർട്ട് വായിക്കാൻ മനസ്സിലാവുക. കാരണം സർക്കാർ സംവിധാനങ്ങളുടെ ദുരുപയോഗം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. എവിടെയൊക്കെ ദുരുപയോഗം ഉണ്ടായിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഒരു കോളേജ് അധ്യാപിക ഇമെയിൽ തയ്യാറാക്കാൻ ഏൽപ്പിക്കേണ്ടി വന്നത് എന്ന് പോലും റിപ്പോർട്ടിലുണ്ട്. അതിൻ്റെ കാരണം സെക്രട്ടേറിയറ്റിലെ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട ജീവനക്കാർ ഈ പദ്ധതിയോട് സഹകരിച്ചില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതിൻ്റെ കാരണം അവർക്കറിയാം നിയമവിരുദ്ധമാണ്, ചട്ടലംഘനമാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ സഹകരിച്ചില്ല എന്നതിൽ പറയുന്നുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും ഇതിനോട് സഹകരിച്ചിട്ടില്ല. മന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പ്രത്യേക കുറിപ്പുകൾ
പ്രൈവറ്റ് സെക്രട്ടറിയുടെ പ്രത്യേക കുറിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് പോലും ഇറങ്ങിയതെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സെക്രട്ടറി ജീവനക്കാർക്ക് അറിയാം ഇത് പണിയാവും, നാളെ തങ്ങൾക്കെതിരെ പണി വരും എന്നറിയാവുന്നതുകൊണ്ട് അവർ സഹകരിച്ചിട്ടില്ല. പക്ഷേ സർക്കാർ പരിപാടിയായിരുന്നു ഇത് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് മെസ്സി വിടാം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പും അതുപോലെ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശിക്ഷ റൂത്ത്ലെസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാവുന്നതാണ് വനം വകുപ്പ്. ഇപ്പോൾ നമ്മളൊരു വനത്തിൽ കയറി ഒരു കമ്പ് വെട്ടി, ജാമ്യം കിട്ടില്ല. ഒരു JCB പിടിച്ചു വെച്ചിട്ട് ഒരാൾ ആത്മഹത്യയുടെ ഒക്കെ എത്തിയൊരു സംഭവം അറിയാലോ വനം വകുപ്പ്. മാനിറച്ചി ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഒരു ആദിവാസി ഭവനെ വേട്ടയാടിയ ഒരു വകുപ്പാണ് വനം വകുപ്പ്. ഏറ്റവും റൂത്ത്ലെസ് ആയിട്ടുള്ള, ഒട്ടും ദയയില്ലാത്തൊരു വകുപ്പാണ്. അതിൻ്റെ നിയമങ്ങൾ പോലും അത്രയും കർശനമാണ്. അങ്ങനെ ഒരു വനം വകുപ്പ് കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതി അയാൾ ജാമ്യത്തിൽ ഇറങ്ങി ഒരു ചാനൽ തുടങ്ങുമ്പോഴേക്കും ഞാൻ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി, ഞാൻ സർക്കാർ വിടുകയാണ്, CPM പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ആ സ്പോൺസറുമായി സഹകരിക്കാൻ തോന്നുന്നത് എങ്ങനെയാണ്? ഇനി സർക്കാരിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ സർക്കാരാണ് ആ കേസ് നടത്തുന്നത്. വനംവകുപ്പിൻ്റെ കേസും പോലീസ് കേസും നടത്തുന്നത് സർക്കാരാണ്. സർക്കാർ പ്രോസിക്യൂഷനാണ്. അവിടെ ആ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾ പറയുകയാണ് നമുക്കെന്നാ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ എന്നാൽ ശരി ആയിക്കോട്ടെ സ്പോൺസറെ എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക? പക്ഷേ ആ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഈ കേസിൽ തെറ്റുകാരനല്ല എന്ന് സർക്കാരിന് അറിയാമെന്ന്. ആ കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ പിന്നെ കേസിൻ്റെ ഗതി എന്താവും? എങ്ങനെയാണ് ഒരു പ്രതിക്ക് സർക്കാരിനെ പറ്റി ഒരു ഓൺ ഗോയിങ് കേസിനെ പറ്റി അങ്ങനെ പറയാൻ കഴിയുക? അങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അത് ജാമ്യവ്യവസ്ഥയുടെ തന്നെ ലംഘനമല്ലേ? ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ വളരെ ദുരൂഹമായൊരു കേസാണ്. അതിൻ്റെ ഒരു കാരണം ഈ റിപ്പോർട്ടിൽ വ്യംഗ്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റിൻ്റെ മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്നത് 210 കോടി രൂപയാണ്, ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ. ഇതിൽ നിന്ന് അവർ ടിക്കറ്റ് വരുമാനം, സ്പോൺസർഷിപ്പ്, മറ്റ് കമേഴ്ഷ്യൽ എല്ലാം ഉൾപ്പെടെ അവർക്ക് ലഭിക്കാൻ പോകുന്ന വരുമാനം 82 കോടിയാണ്. അവിടുത്തെ ഫിനാൻഷ്യൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 128 കോടി രൂപ നഷ്ടത്തിൽ. നമ്മൾ ഓർക്കണം, ഇദ്ദേഹം പലപ്പോഴും വാർത്താ സമ്മേളനത്തിൽ സ്പോൺസർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 123 കോടിയുണ്ട്. അത് നഷ്ടമാണ് പറയുന്നത്. ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 210, വരുമാനം 82, 128 കോടി രൂപ നഷ്ടത്തിലോടുന്ന ഒരു പ്രൊജക്റ്റിൽ അതിലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഫീ മാത്രം, മാച്ച് ഫീ മാത്രം 198 കോടി രൂപയാണ്. അപ്പോൾ 128 കോടി രൂപ നഷ്ടം സഹിച്ചുകൊണ്ട് ഈ പ്രൊജക്റ്റ് നടത്തണമെങ്കിൽ ഇത് ഉറപ്പായിട്ടും എന്തായിരിക്കും? മണി ലോണ്ടറിങ് ആയിരിക്കും. 128 രൂപ എങ്ങനെയാണ് നഷ്ടം എത്തി പരിപാടികൾ? അതുകൊണ്ട് അയാൾക്ക് എന്താ ലാഭം? എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടം? മെസ്സിയെ കൊണ്ടുവന്നു എന്നതുകൊണ്ട് അവരുടെ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ വ്യക്തിപരമായവർക്കോ എന്ത് ധനലാഭമാണ് ഉണ്ടാകുന്നത്? ആ 128 കോടി രൂപ നഷ്ടം സഹിച്ചുകൊണ്ടെന്നാണ്. ഈ നഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും മണി ലോണ്ടറിങ് ആണ്. ആ രീതിയിലുള്ള അന്വേഷണമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഇവർ പണം അയച്ചു എന്ന് പറയുന്ന അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ പൈസ വാങ്ങാൻ ഏൽപ്പിച്ച ഏജൻസി, ആ പൈസ വാങ്ങാൻ ഏൽപ്പിച്ച ഏജൻസി മണി ലോണ്ടറിങ് കേസിൽ FBI അന്വേഷണം നേരിടുകയാണ് അമേരിക്കയിൽ. ആ അന്വേഷണം അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനെതിരെയുണ്ട്. കാരണം 2021 വരെ AFA നേരിട്ടാണ് പണം സ്വീകരിച്ചിരുന്നെങ്കിൽ 2021 ശേഷം ഖത്തർ വേൾഡ് കപ്പിനോട് തൊട്ട് മുമ്പാണ് അവരത് ഏജൻസി ഏൽപ്പിച്ചത്. ആ ഏജൻസി പണം സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ 100 കോടി കൊടുത്താൽ അതിൽ 30 കോടി അവരെടുക്കും, ബാക്കി 70 കോടി AFAക്ക് കൊടുക്കുന്നുള്ളൂ. 30% കമ്മീഷനാണ്. എന്നിട്ട് ഈ പണം തന്നെ അവർക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ആ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളുടെ പേരിലുള്ള ഷെൽ കമ്പനികളുടെ പേരിലേക്കാണ് നിക്ഷേപിക്കുന്നതെന്നാണ് FBI കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഈ കൊടുത്ത പണം ഇവർക്ക് തിരിച്ചു കിട്ടിയോ? കിട്ടിയെന്നാണല്ലോ പറയുന്നത്. എത്ര പണം തിരിച്ചു കിട്ടി? ഞാൻ പറയുന്നത് ഇതൊരു പ്ലാൻ എയും പ്ലാൻ ബിയും ഉണ്ട്. ഇനി മെസ്സി വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. മെസ്സി വന്നു എന്നിരുന്നാൽ പോലും അവിടെ മണി ലോണ്ടറിങ് നടക്കും, വന്നില്ലെങ്കിലും നടക്കും. മെസ്സി എങ്ങനെ വന്നില്ലെങ്കിൽ മണി ലോണ്ടറിങ് നടക്കുന്നത് എങ്ങനെയാണ്? അതാണ് എത്ര തുക തിരിച്ചു കിട്ടി എന്ന ചോദ്യത്തിലുള്ളത്. അപ്പോൾ പ്ലാൻ എ നടപ്പായാലും പ്ലാൻ ബി നടപ്പായാലും അവിടെ മണി ലോണ്ടറിങ് ആണ് ലക്ഷ്യം. അതാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക, സംസ്ഥാന സർക്കാർ കൂട്ടുന്നത് മണി ലോണ്ടറിങ്ങിനാണ്. അത് ആരുടെ മണി ലോണ്ടറിങ്? വനംവകുപ്പ് കേസിൽ പ്രതിയായി ജയിലിൽ കിടന്ന ഒരാളുടെ മണി ലോണ്ടറിങ് കേസിലാണ്. അവിടെ ആ അന്വേഷണം വേണമെന്നാണ് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. മണി ലോണ്ടറിങ് സംശയിക്കുന്നതാണ് ആവശ്യപ്പെടുന്നത്. ഇത്രയും ഗൗരവമുള്ള ഗുരുതരമായ ഒരു ആരോപണമാണിത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ അതിന് കേന്ദ്ര ഏജൻസി ED ഒന്നും പറഞ്ഞിറങ്ങാൻ പോകുന്നില്ല. കാരണം മൂട്ടിൽ മരം മുറി കേസിൽ ED അന്വേഷണം തുടങ്ങിയതാണ്. പിന്നെ കേസ് അവിടെ പോയി എന്നറിയില്ല. അതുകൊണ്ട് ഈ പണത്തിൻ്റെ സ്രോതസ്സുകൾ ദുരൂഹമാണ്. ആ സ്രോതസ്സുകൾക്ക് പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉണ്ട്. അതുകൊണ്ടാണ് ED വരാത്തത്. അല്ലെങ്കിൽ ഇത്തരം ഒരു വാർത്ത വന്നാൽ മതി, അപ്പോഴത്തെ SFI വരും, ED വരും, എന്തെല്ലാം ബഹളമായിരുന്നു ഇവിടെ. ആർക്കും ഒരു പ്രശ്നമില്ല. രാജീവ് ചന്ദ്രശേഖരന് ഇപ്പം ഉണ്ടാവില്ലല്ലോ. അല്ല, എന്ത് പറഞ്ഞു അതിന്റെ പണത്തിന്റെ സ്പോൺസറുടെ പണത്തിന്റെ സോഴ്സ് അന്വേഷിക്കണമെന്ന് പറയാണ് പാവം. പക്ഷേ പാവത്തിന് ED കൊണ്ടുവരാൻ കഴിയില്ല, പറ്റില്ല. അമിത്ഷായെ പോയി കാണാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇവിടെ ഇനിയിപ്പോൾ പരമാവധി ചെയ്യാൻ പറ്റിയ ഈ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ആർക്കെങ്കിലും കോടതി പോകാം, അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി പോകാം. കോടതി ED വിളിച്ചു വരുത്തി ചോദിക്കും. ED പറയും അത് വലിയ പ്രശ്നമൊന്നുമില്ല, കൊടകര പോലെ വലിയ പ്രശ്നമില്ലാത്ത പണമാണെന്ന് പറയും. ആ പരിപാടി തീരും. പക്ഷേ അവിടെ കൊണ്ടും തീരുന്നില്ല.
എങ്ങനെയാണ് ഒരു ഷെയ്ഡി ക്യാരക്ടർ, അതായത് 10 വർഷം മുമ്പ് മാംഗോ ഫോൺ തട്ടിപ്പ് കേസിൽ പ്രതിയായാൽ, അതിനു മുമ്പ് ബാങ്ക് ഫ്രോഡ് കേസിൽ പ്രതിയായ, അതിനു മുമ്പ് ബാങ്ക് ഫ്രോഡ് കേസിൽ പ്രതിയായാൽ ഒരു പെട്ടെന്ന് സമ്പന്നനായി കോടീശ്വരനായി അവതരിപ്പിക്കുകയും ഒരു ചാനൽ വിലയ്ക്ക് വാങ്ങുകയും ആ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഇപ്പോൾ ഈ മെസ്സി പോലുള്ള ഒരു പ്രൊജക്ട് ഉണ്ടാക്കുകയും മണി ലോണ്ടറിങ്ങിന് ശ്രമിക്കുകയും ചെയ്തെന്നുള്ളത് വളരെ വളരെ ദുരൂഹമാണ്. പക്ഷേ കോൺഗ്രസ് സർക്കാർ ശക്തമായൊരു നിലപാട് സ്വീകരിച്ച് അന്വേഷിച്ചാൽ കഴിഞ്ഞ സർക്കാരും മറുപടി പറയേണ്ടി വരും, ഈ സ്പോൺസറും മറുപടി പറയേണ്ടി വരും. അങ്ങനെ നടക്കുമോ? നോക്കാം. ഏതായാലും അടിമുടി ദുരൂഹമാണ് മെസ്സിയുടെ വരവ് സംബന്ധിച്ച കാര്യങ്ങൾ. അത് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം. എന്തായാലും അന്വേഷിച്ച് കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ ആർക്കാണ് തെറ്റുപറ്റിയത്, സർക്കാരിന് എത്രത്തോളം തെറ്റുകൾ സംഭവിച്ചു, സ്പോൺസർ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ആ അന്വേഷണം വരട്ടെ, അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും.